ഹായ് മക്കളെ, നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന പാഠഭാഗമായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതേ പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദ നെക്സ്റ്റ് വൺ വി ക്യാൻ ബി ഡിസ്കസ് അബൌട്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓർ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ആൽക്കെയിൻസ്. നമ്മൾ പറയുന്ന ഈ ആൽക്കെയിനുകളുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൽക്കെയിനുകളുടെ കാര്യത്തിൽ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഒന്നാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമ്മൾ 10th ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുക. അതായത് നമ്മുടെ ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹൈഡ്രജനും കാർബണും ഉണ്ട്. ഇത്തരം ഹൈഡ്രോ കാർബണുകൾക്കകത്തുള്ള ഹൈഡ്രജൻ മാറി ഹൈഡ്രജന് പകരമായി മറ്റ് ആറ്റങ്ങളോ ആറ്റം ഗ്രൂപ്പുകളോ വരുന്ന കെമിക്കൽ റിയാക്ഷനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നുള്ള പേരിൽ പറയുന്നത്. ഏതൊരു ഹൈഡ്രോ കാർബണിനുമകത്തുള്ള ഒരു ഹൈഡ്രജൻ പോയി അതിന് പകരമായി മറ്റ് ആറ്റങ്ങളോ ആറ്റം ഗ്രൂപ്പുകളോ വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദിസ് ഈസ് അവർ ഹാലോജിനേഷൻ. ഹാലോജിനേഷൻ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കൂ, വളരെ സിമ്പിളായ കോമ്പൗണ്ടാണ് മീതെയിൻ. മീതെയിനിനെ ഞാൻ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു സൺലൈറ്റിൻ്റെ പ്രസൻസിൽ. മീതെയിനിനെ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുകയാണ് ആരുടെ പ്രസൻസിൽ? സൺലൈറ്റിൻ്റെ പ്രസൻസിൽ. ഇങ്ങനെ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ മീതെയിനിനെ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഒരു എച്ചും ഒരു സിയലും കൂടി HCl ആയിട്ട് പോവും. ഒരു എച്ചും ഒരു സിയലും കൂടി HCl ആയിട്ട് പോവും. ബാക്കി ആരാ ഉള്ളത്? ഇവിടെ ബാക്കി CH3 ഉണ്ട്, ഇവിടെ ബാക്കി ഒരു സിയലും ഉണ്ട്. യു ക്യാൻ ബി ഗെറ്റ് ഇറ്റ് ആസ് CH3Cl. എഗെയിൻ CH3Clനെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു സൺലൈറ്റിൻ്റെ പ്രസൻസിൽ. ഇവിടെയാണ് നമുക്കുണ്ടായതല്ലേ. അതിനെ വീണ്ടും ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഒരു എച്ചും ഒരു സിയലും കൂടി HCl ആയിട്ട് മാറും. ഒരു എച്ചും ഒരു സിയലും കൂടി HCl ആയിട്ട് മാറും. എന്നിട്ട് ഇവിടുത്തെ ഹൈഡ്രജന് പകരമായി ഇവിടെ ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവും. റെഡി? അപ്പോൾ ഇനി ഇവിടെ എന്താ ബാക്കിയുള്ളത്? CH2Cl ബാക്കി. ഇവിടെ ഒരു സിയലും ബാക്കിയില്ലേ? അപ്പോൾ CH2Cl2. റെഡി? വീണ്ടും CH2Cl2 പ്ലസ് Cl2 ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. CH2Cl2 പ്ലസ് Cl2 ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അപ്പോൾ നോക്കൂ, ഒരു എച്ചും ഒരു സിയലും കൂടി HCl ആയിട്ട് മാറും. ഒരു എച്ചും ഒരു സിയലും കൂടി HCl ആയിട്ട് മാറും. ഇനി എന്താ ബാക്കിയുള്ളത്? ഇവിടെ CH2Cl2 ഉണ്ട്, ഇവിടെ ഒരു സിയലും ഇല്ലേ? ഒരു എച്ചും സിയലും പോയി. അപ്പോൾ CHCl3. ഇവിടെയുള്ള ഒരു എച്ചും ഒരു സിയലും കൂടി HCl ആയി പോയി. CHCl2 ബാക്കി ഉണ്ട്. ഇനി ആ CHCl2വും ഈ സിയലും കൂടി CHCl3 എന്നായിട്ട് മാറി. ഈ CHCl3യെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോറോഫോം എന്നാണ് നമ്മൾ പറയുക. ക്ലോറോഫോമിനെ പറ്റി പറയണ്ടല്ലോ. ഇനി there is a last step. CHCl3 is again treated with chlorine in the presence of sunlight. അപ്പോൾ ഒരു എച്ചും ഒരു സിയലും കൂടി HCl ആയിട്ട് മാറും. ഈ CCl3യും ബാക്കിയുള്ള സിയലും കൂടി എന്തായിട്ട് മാറും? CCl4 കാർബൺ ടെട്രാക്ലോറൈഡ് ആയിട്ട് മാറും. ഈ ഒരു റിയാക്ഷനിൽ നമ്മുടെ ഹൈഡ്രോ കാർബണിനകത്തുള്ള 4 ഹൈഡ്രജനെയും ക്ലോറിൻ ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് CCl4
കാർബൺ ടെട്രാ ക്ലോറൈഡ് ആയിട്ട് എന്തായി മാറി. റെഡി? ഹൈഡ്രോ കാർബണിനകത്തുള്ള 4 ഹൈഡ്രജന് പകരമായി അവിടെ 4 ക്ലോറിൻ വന്ന് അത് CCl4 കാർബൺ ടെട്രാ ക്ലോറൈഡ് ആയിട്ട് എന്താവും മാറും. ആദ്യം അത് CH3Cl ആയി, പിന്നീട് അത് CH2Cl ആയി, പിന്നീട് അത് CHCl3 ആയി, ക്ലോറോഫോം ആയി. അവസാനം 4 ഹൈഡ്രജനെയും ക്ലോറിൻ ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള കാർബൺ ടെട്രാ ക്ലോറൈഡ് ആയിട്ട് എന്തായി മാറി. ഇങ്ങനെ നമ്മുടെ ഹൈഡ്രോ കാർബണിനകത്തുള്ള ഹൈഡ്രജന് പകരമായി മറ്റ് ആറ്റങ്ങളോ ആറ്റം ഗ്രൂപ്പുകളോ വരുന്ന പ്രോസസ്സിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നുള്ള പേരിൽ എന്താക്കുന്നത് പറയുന്നത്. ക്ലിയർ അല്ലേ കാര്യം? മനസ്സിലായോ സംഗതി? എഗെയിൻ ആൽക്കെയിനുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ റിയാക്ഷനാണ്. അതും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള റിയാക്ഷനാണ്. രണ്ടാമത്തെ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പഷൻ അഥവാ ജ്വലനം. റെഡി? ഏത് ഹൈഡ്രോ കാർബണും എസ്പെഷ്യലി നമ്മൾ പറയുന്ന ആൽക്കെയിൻ കേട്ടോ, ഏത് ഹൈഡ്രോ കാർബണും എസ്പെഷ്യലി നമ്മൾ പറയുന്ന ആൽക്കെയിൻ ശ്രദ്ധിക്കണം, അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ സഹായത്താൽ ബേണിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ കണ്ടെയ്നിങ് ഓക്സിജൻ, അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ സഹായത്താൽ ബേൺ ചെയ്യുന്ന സമയത്ത് അത് കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് എന്താവും മാറും. ഇത്തരം പ്രോസസ്സിനെയാണ് നമ്മൾ കമ്പഷൻ എന്നുള്ള പേരിൽ എന്താക്കുന്നത് പറയുന്നത്. അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ സഹായത്താൽ നമ്മുടെ ഹൈഡ്രോ കാർബണുകൾ ബേൺ ചെയ്യുന്ന സമയത്ത് അത് കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് എന്താവും മാറും. അത്തരം റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കമ്പഷൻ റിയാക്ഷൻ. നോക്കാം നമുക്ക് ജനറൽ ആയിട്ടുള്ള ഫോർമുല. CXHY plus X plus Y by 4O2 gives XCO2 plus Y by 2 H2O. ഇതാണ് നമ്മൾ പറയുന്ന കമ്പഷൻ റിയാക്ഷൻ്റെ ജനറൽ ഫോർമുല. CXHY plus X plus Y by 4O2 gives XCO2 plus Y by 2 H2O. നോക്കാം നമുക്ക്. ഒരു ഉദാഹരണം എടുക്കുന്നത് ഇതാണ്. CH4 എന്ന് പറയുന്ന ഹൈഡ്രോ കാർബണിൻ്റെ കമ്പഷൻ എഴുതണം. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1 ആണ്, വൈയുടെ സ്ഥാനത്ത് 4 ആണ്. ഇനി ചെയ്യാമല്ലോ. 1 പ്ലസ് എക്സ് 1 പ്ലസ് 4/4 O2 gives 1 CO2 plus 4/2 H2O. റെഡി? നോക്കുക. CH4 പ്ലസ് 4/4 എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 + 1 2 എന്ന് വരും. 2O2 gives CO2 plus 4/2 എന്ന് പറയുമ്പോൾ 2H2O. കമ്പഷൻ റിയാക്ഷനായി. ആരുടെയും സഹായം വേണ്ട, അവിടെ ഇവിടെയും ബാലൻസ് ചെയ്ത് കളിക്കേണ്ട. നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്താക്കാൻ പറ്റും? എഴുതാൻ വേണ്ടിയിട്ട് എന്താവും സാധിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ വേറെ ഒന്ന് നോക്കിയാലോ മക്കളെ? നമുക്ക് നോക്കാം. നമുക്ക് വേറെ ഒന്ന് ഇതാണ്. C4H10. C4H10ൻ്റെ കമ്പഷൻ റിയാക്ഷൻ എഴുതണം. നോക്കുക. എക്സിൻ്റെ സ്ഥാനത്ത് 4 ആണ്, വൈയുടെ സ്ഥാനത്ത് 10 ആണ്. അപ്പോൾ ബാക്കി 4 പ്ലസ് 10/4 O2 gives, ഈ ഇക്വേഷനിലാണ് കൊടുക്കുന്നേ, 4 CO2 പ്ലസ് 10/2 H2O. റെഡി? ഇനി അടുത്ത സ്റ്റെപ്പ്. C4H10 പ്ലസ് 10/4 പോവോ? ക്ലിയർ ഫ്രാക്ഷൻ ആണോ? അല്ലല്ലോ. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 4 4s are 16, 16 plus 10 26, 26/4 O2 gives 4 CO2 plus 10/2 5 H2O. റെഡി? ഈ 26/4നെ നമുക്ക് ചെറുതാക്കിക്കൂടെ? എങ്ങനെ എഴുതാം? 2നെ കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ? അപ്പം നമുക്ക് 13/2 എന്ന് എഴുതാം. റെഡി? ഇനി ഈ ഡിനോമിനേറ്ററിലുള്ള 2നെ നമുക്ക് ഒഴിവാക്കണം. ഡിനോമിനേറ്ററിലുള്ള 2നെ നമുക്ക് ഒഴിവാക്കാൻ
എൻ്റെയർ ദി റിയാക്ഷൻ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2C4H10 പ്ലസ് ഇവിടെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോവും. 13O2 ഗീവ്സ് 8CO2 പ്ലസ് 10H2O എന്നെന്താവും വരും. 2C4H10 പ്ലസ് ഇവിടെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം 2ഉം കട്ട് ചെയ്ത് പോവും. 13O2 ഗീവ്സ് 4 2s are 8CO2 പ്ലസ് 10H2O എന്നെന്താവും വരും. ഇങ്ങനെ ഏത് കെമിക്കൽ റിയാക്ഷൻ്റെയും കമ്പഷൻ റിയാക്ഷൻ എഴുതുക. ദയവ് ചെയ്ത് കമ്പഷൻ എന്താ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ സഹായത്താൽ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ബേൺ ചെയ്യുന്ന സമയത്ത് അത് കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് എന്താവും മാറും. ഇത്തരം റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എന്ത് പേരിലാണ് നമ്മൾ വിളിച്ചത്? ദിസ് ഈസ് വി ക്യാൻ ബി സീറ്റ് ആസ് അവർ കമ്പഷൻ റിയാക്ഷൻ കേട്ടോ. ഇനി മൂന്നാമത്തെ ടൈപ്പ് റിയാക്ഷനാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനിയുള്ളത് നിങ്ങൾ ഓർത്തോർത്ത് പഠിക്കണം. മൂന്നാമതാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന അടുത്ത റിയാക്ഷൻ. ദിസ് ഈസ് കൺട്രോൾഡ് ഓക്സിഡേഷൻ. കാണുന്നുണ്ടല്ലോ അല്ലേ? കൺട്രോൾഡ് ഓക്സിഡേഷൻ എന്നാണ് മൂന്നാമത്തെ ടൈപ്പ് റിയാക്ഷൻ നമ്മൾ പറയുക. കൺട്രോൾഡ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൈഡ്രോ കാർബണിനെ ഓക്സിജനുമായിട്ട് നമ്മൾ എന്താക്കുന്നു? റിയാക്ട് ചെയ്യിക്കുന്നു. ഇവിടെ ഹൈഡ്രോ കാർബണിനെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ആ പേരിലുണ്ട് കൺട്രോൾഡ് ഓക്സിഡേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകളുടെ വ്യത്യാസത്തിനനുസരിച്ച് ഓക്സിഡേഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടുള്ള പ്രോഡക്റ്റിൽ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കൺട്രോൾഡ് ഓക്സിഡേഷൻ എന്നുള്ള പേരിൽ എന്താക്കുന്നത്? പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഹൈഡ്രോ കാർബണുകളെ ഓക്സിഡേഷൻ നടത്തുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റിലെ വ്യത്യാസത്തിനനുസരിച്ച് പ്രോഡക്റ്റിലും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഓക്സിഡേഷൻ റിയാക്ഷനെ കൺട്രോൾഡ് ഓക്സിഡേഷൻ എന്നുള്ള പേരിൽ എന്താക്കിയത് പറഞ്ഞത്. നോക്കൂ, 2CH4 മീഥെയ്നിനെ ഞാൻ ഓക്സിഡേഷൻ നടത്തുകയാണ്. കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ 523 കെൽവിൻ ടെമ്പറേച്ചറിലും 100 ATM പ്രഷറിലും. കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ 523 കെൽവിൻ ടെമ്പറേച്ചറിലും 100 ATM പ്രഷറിലും CH4 എന്ന് പറയുന്ന ഹൈഡ്രോ കാർബണിനെ ഓക്സിഡേഷൻ നടത്തുന്ന സമയത്ത് അത് മെത്തനോൾ ആയിട്ട് എന്താവും? മാറും. റെഡി? മെത്തനോൾ ആയിട്ട് എന്താവും? മാറും. ഇതേ മീഥെയ്നിനെ തന്നെ ഞാൻ ഓക്സിഡേഷൻ നടത്തുന്നത് മോളിബ്ഡിനം ഓക്സൈഡ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണെങ്കിൽ നിങ്ങൾക്ക് മെത്തനാലും വാട്ടറും കിട്ടും. ഇത് മെത്തനോൾ ആൽക്കഹോളാണ്, ഇത് മെത്തനാൽ ആൽഡിഹൈഡ് ആണ്. നിങ്ങൾക്ക് എന്താവുക? പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കുക. രണ്ടും ഓക്സിഡേഷൻ തന്നെയാണ്. അതോടൊപ്പം അതിനൊരു വ്യത്യാസമുള്ളത് ഇതാണ്, കൺട്രോൾഡ് ഓക്സിഡേഷൻ ആണ്. അതായത് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റിലെ വ്യത്യാസത്തിനനുസരിച്ച് ലഭിക്കുന്ന പ്രോഡക്റ്റിലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ മീഥെയ്നിനെ ഓക്സിഡേഷൻ നടത്തുന്നത് കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? മെത്തനോൾ ആണ്. അതേ മീഥെയ്നിനെ ഓക്സിഡേഷൻ നടത്തുന്നത് മോളിബ്ഡിനം ഓക്സൈഡ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? മെത്തനാൽ ആണ്. റെഡി? ക്ലിയർ അല്ലേ? ഇനി നാലാമത്തെ റിയാക്ഷനാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നാലാമത്തെ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോമറൈസേഷൻ. റെഡി? നീളങ്ങനെയുള്ള ലോങ് ചെയിൻ ആയ നമ്മൾ കാണുന്ന സാധാരണ ഹൈഡ്രോ കാർബണുകൾ, ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളെ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെയും HClൻ്റെയും പ്രസൻസിൽ റിയാക്ട് ചെയ്യിച്ചാൽ, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെയും HClൻ്റെയും പ്രസൻസിൽ റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് അത് കറസ്പോണ്ടിങ് ഐസോമറുകളായിട്ട് എന്താവും? മാറും.
ചെയിൻ ഐസോമറുകളായിട്ട് എന്താവും മാറും. ഇതിനെയാണ് നമ്മൾ ഐസോമറൈസേഷൻ എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. നീളങ്ങനെയുള്ള ഓപ്പൺ ചെയിൻ ആയിട്ടുള്ള നമ്മുടെ ആൽക്കൈനുകളെ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡും HClന്റെ പ്രസൻസിലും റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ആ പറയുന്ന നോർമൽ ആൽക്കൈന് അതിൻ്റെ ഐസോമർ ആയിട്ട് എന്താവും മാറും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഐസോമറൈസേഷൻ എന്നുള്ള പേര് എന്താക്കുന്നത് വിളിക്കുന്നത്. നോക്കാം നമുക്ക്. CH3 CH2 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 CH3 3 6 7 ഉള്ള ഹെപ്റ്റൈൻ ആണ് ഇത്. ഈ ഹെപ്റ്റൈനിനെ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെയും HClൻ്റെയും പ്രസൻസിൽ റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഈ ഹെപ്റ്റൈനിൻ്റെ ഐസോമർ ആണ് ഉണ്ടാവുന്നത്. ഏത് ഐസോമർ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരച്ചോ, ചെയിൻ ഐസോമർ ആയാൽ മതി എന്ന് മാത്രം. 2,3 ഡൈമീഥൈൽ പെൻറ്റെയ്ൻ എന്ന് പറയുന്ന ഐസോമർ ആയിട്ട് എന്താവും മാറും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വരയ്ക്കാം അവിടെ, അതെൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ വേറൊന്ന്, ഇതിനെ ഒന്ന് ഐസോമറൈസേഷൻ നടത്തി നോക്കിക്കേ. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെയും HClൻ്റെയും പ്രസൻസിൽ ഇതിനെ ഒന്ന് ഐസോമറൈസേഷൻ നടത്തൂ പെട്ടെന്ന്. വേഗാവട്ടെ. അറിയാമല്ലോ, കൊറോണയൊക്കെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും അനാവശ്യ കാര്യങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. ക്ലാസ്സുകൾ പരമാവധി കേട്ടുകൊണ്ട് പഠിച്ച് വീട്ടിൽ തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പുറമേക്ക് ഇറങ്ങി വളരെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. പണ്ടത്തെ കൊറോണയൊന്നുമല്ല ഇപ്പോഴത്തെ കൊറോണയൊക്കെ വേറെ ലെവലായി തുടങ്ങിയിട്ടുണ്ട്. വേറെ തന്നെ ലെവലിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേസുകൾ നിങ്ങൾക്കറിയാമല്ലോ, ക്രമാതീതമായി ഒന്നിനുപരിയായി മറ്റൊന്ന് എന്നുള്ള രൂപത്തിൽ വളരെയധികമായി കൂടിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ക്ലാസ്സുകളൊക്കെ കേട്ട് പഠിച്ചുകൊണ്ട് വീട്ടിലിരിക്കുക കേട്ടോ. ഇവിടെ 5 കാർബണുള്ള പെൻറ്റെയ്നാണ്. പെൻറ്റെയ്നിനെ നമ്മൾ ഐസോമറൈസേഷൻ നടത്തുന്ന സമയത്ത് 2-methyl butane ആയിട്ടെന്താവും മാറും. ഐസോമറൈസേഷൻ. റെഡി? ക്ലിയർ? റെഡി അല്ലേ? കാര്യം മനസ്സിലായോ? Again there is a next one. അടുത്തതാ ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് this is aromatization. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ഫീച്ചറിലേക്കാണ് ഞാൻ പോകുന്നത്. എൻ്റെ കൂടെ തന്നെ എഴുതി പൊക്കോളാണേ. this is aromatization. അരോമറ്റൈസേഷൻ. അരോമ മീൻസ് കളർ എന്നാണ് അതിൻ്റെ അർത്ഥം. അരോമറ്റൈസേഷനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് റീഫോമിംഗ് എന്നുള്ള പേരും എന്താക്കും പറയും. കാണിക്കാൻ ഞാനൊരു ഉദാഹരണം നോക്കൂ. CH3 CH2 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 CH3 6 കാർബണുള്ള ഹെക്സൈനാണ്. ഈ ഹെക്സൈനിനെ ഞാൻ ക്രോമിയം ഓക്സൈഡ് അല്ലെങ്കിൽ വനേഡിയം പെൻഡോക്സൈഡ് അല്ലെങ്കിൽ മോളിബ്ഡിനം ഓക്സൈഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ 773 കെൽവിനിലും 10 to 20 atm പ്രഷറിലും റിയാക്ട് ചെയ്യിക്കുന്നു എന്ന് കരുതുക. നമ്മളുടെ 6 കാർബൺ അടങ്ങിയ ഹെക്സൈനിനെ ക്രോമിയം ഓക്സൈഡ്, വനേഡിയം പെൻഡോക്സൈഡ് അല്ലെങ്കിൽ മോളിബ്ഡിനം ഓക്സൈഡ് ഇതിലേതെങ്കിലും ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ 773 കെൽവിനിലും 10 to 20 atm പ്രഷറിലും നമ്മൾ റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഈ നീളങ്ങനെയുള്ള ഓപ്പൺ ചെയിൻ ആയ നമ്മുടെ ഹൈഡ്രോ കാർബൺ അരോമാറ്റിക് ആയ ഹൈഡ്രോ കാർബൺ ആയിട്ട് എന്താവും മാറും. അതിനെയാണ് നമ്മൾ അരോമറ്റൈസേഷൻ അല്ലെങ്കിൽ റീഫോമിംഗ് എന്ന് പറയുക. 6 കാർബൺ ഉള്ളതായതുകൊണ്ട് തന്നെ അത് അരോമറ്റൈസേഷൻ സംഭവിച്ച് ബെൻസീൻ ആയിട്ട് എന്താവും മാറും. ഇതിനെയാണ് അരോമറ്റൈസേഷൻ അല്ലെങ്കിൽ റീഫോമിംഗ് എന്നുള്ള പേരിൽ എന്താക്കുക പറയുക.
6 കാർബൺ ഉള്ള നമ്മുടെ സാധാരണ ഓപ്പൺ ചെയിൻ ആയ ഹെക്സെയിൻ എന്ന് പറയുന്ന ഹൈഡ്രോ കാർബണിനെ ക്രോമിയം ഓക്സൈഡ്, വനേഡിയം പെൻഡോക്സൈഡ് അല്ലെങ്കിൽ മോളിബ്ഡിനം ഓക്സൈഡ് പോലുള്ള കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ 773 കെൽവിൻ ടെമ്പറേച്ചറിലും 10 to 20 atm പ്രഷറിലും റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഈ 6 കാർബൺ ഉള്ള ഓപ്പൺ ചെയിൻ ആയ ഹൈഡ്രോ കാർബൺ അരോമറ്റൈസ് ചെയ്തിട്ട് ബെൻസീൻ ആയിട്ട് 6 കാർബൺ ഉള്ള അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ആയ ബെൻസീൻ ആയിട്ട് എന്താവും മാറും. ഇതിനെയാണ് നമ്മൾ അരോമറ്റൈസേഷൻ എന്നുള്ള പേരിൽ എന്താക്കുക പറയുക. അടുത്തതാണ് നമ്മൾ പറയുന്നത് പൈറോളിസിസ് ഓർ ക്രാക്കിംഗ്. അതിന് ആ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തതാണ് നമ്മൾ പറയുന്നത് പൈറോളിസിസ് ഓർ ക്രാക്കിംഗ്. റെഡി? പൈറോളിസിസ് ഓർ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഹൈഡ്രോ കാർബണുകൾ, ഹയർ മെമ്പേഴ്സ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണുകളെ ഹയർ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിയിട്ട് സ്മോളർ ഫ്രാഗ്മെൻറ്റുകളായിട്ട് ചെറിയ ചെറിയ ഹൈഡ്രോ കാർബണുകളായിട്ട് എന്താവും മാറും. അതിനെയാണ് പൈറോളിസിസ് അല്ലെങ്കിൽ ക്രാക്കിംഗ് എന്നുള്ള പേരിൽ പറയുക. ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പടക്കമാണ് അല്ലേ? പടക്കമല്ലേ ക്രാക്കേഴ്സ്? അത് തന്നെയാണ് ഞാൻ ഇവിടെയും പറഞ്ഞത്. വലിയ വലിയ ഹൈഡ്രോ കാർബണുകളെ ഹയർ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ വലിയ ഹൈഡ്രോ കാർബണുകൾ പൊട്ടിയിട്ട് വളരെ കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകളായിട്ടുള്ള ഹൈഡ്രോ കാർബണുകളായിട്ട് എന്താവും മാറും. അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? പൈറോളിസിസ് അല്ലെങ്കിൽ ക്രാക്കിംഗ് എന്നാണ് അതിനെ നമ്മൾ എന്താക്കുക പറയുക. എക്സാമ്പിൾ നോക്കുക. ഇപ്പോൾ C12H24 എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ കാർബൺ, അല്ലെങ്കിൽ വേണ്ട C12H26 എന്ന് പറയുന്ന ഹൈഡ്രോ കാർബണിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആരോ മാർക്കിൻ്റെ മുകളിൽ പൈറോളിസിസ് എന്നോ ക്രാക്കിംഗ് എന്നോ കൊടുത്താൽ നമ്മുടെ ഹൈഡ്രോ കാർബൺ പൊട്ടിയിട്ട് ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റുകളായിട്ട് എന്താവും മാറും. നിങ്ങൾക്ക് ഈ ഫ്രാഗ്മെൻറ്റേഷൻ എഴുതാനുള്ള ഒരു എളുപ്പപ്പണി പറഞ്ഞു തരാം സാറ്. ഒരു ഫ്രാഗ്മെൻറ്റ് എല്ലായ്പ്പോഴും മക്കൾ C2H4 എഴുതുക. ഒരു ഫ്രാഗ്മെൻറ്റ് എല്ലായ്പ്പോഴും എന്താക്കുക? C2H4 എഴുതുക. എന്നിട്ട് ബാക്കിയുള്ളത് ഇതിന്ന് കുറച്ച് എഴുതിയാൽ മതി. 12 2 പോയാൽ 10, C10. H26 4 പോയി കഴിഞ്ഞാൽ H എത്ര വരും? 22 അല്ലേ? ഇങ്ങനെ ഒരു വലിയ ഹൈഡ്രോ കാർബൺ ഫ്രാഗ്മെൻറ്റുകളായി മാറുന്ന പ്രോസസ്സിനെയാണ് പൈറോളിസിസ് അല്ലെങ്കിൽ ക്രാക്കിംഗ് എന്നുള്ള പേരെന്താക്കുക പറയുക. അങ്ങനെയാണെങ്കിൽ മക്കൾ C4H10 ഒന്ന് പൈറോളിസിസ് ചെയ്തേടാ. C4H10 പൈറോളിസിസ് അല്ലെങ്കിൽ ക്രാക്കിംഗ് നടത്തൂ. എന്താണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക? വേഗാവട്ടെ. C4H10 പൈറോളിസിസ് അല്ലെങ്കിൽ ക്രാക്കിംഗ് നടത്തുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കുക? നിങ്ങൾക്ക് പുസ്തകത്തിലൊന്നും നോക്കി എഴുതാൻ കഴിയില്ല കേട്ടോ. സ്വന്തമായിട്ട് ചെയ്യേ. ചെയ്തു എല്ലാവരും? എന്താ സംഭവിക്കുക? ഒരു പ്രോഡക്റ്റ് ഞാൻ മക്കളോട് പറഞ്ഞു, എന്തെഴുതിയാൽ മതി? C2H4 എഴുതിയാൽ മതി. ബാക്കി നിങ്ങൾ കുറച്ച് എഴുത്. C2H6. കണ്ടോ? ഇതാണ് നമ്മൾ പറയുന്ന പൈറോളിസിസ് ഓർ ക്രാക്കിംഗ്. അടുത്തതും നിങ്ങൾക്ക് സ്വന്തമായി എഴുതാൻ പറ്റുന്നതാണ്. സ്വന്തമായി തന്നെ ചെയ്തേ ഒക്കുള്ളൂ. അടുത്തത് നമ്മൾ പഠിച്ചതും കൂടിയാണ്. റിയാക്ഷൻ വിത്ത് സ്റ്റീം, ആവിയുമായിട്ടുള്ള റിയാക്ഷൻ. ഇപ്പം മീഥെയ്നിനെ ഞാൻ സ്റ്റീമുമായി റിയാക്ട് ചെയ്യിക്കുന്നു. വേഗത്തിൽ ചെയ്യൂ. ആവിയുമായിട്ടുള്ള റിയാക്ഷൻ, സ്റ്റീമുമായിട്ടുള്ള റിയാക്ഷൻ. മീഥെയ്നിനെ ഞാൻ സ്റ്റീമുമായിട്ട് എന്താക്കുന്നു? റിയാക്ട് ചെയ്യിക്കുന്നു. കഴിഞ്ഞോ? മീഥെയ്ൻ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ കാർബണും ഓക്സിജനും കൂടി കാർബൺ മോണോക്സൈഡ് ആവും. 4 2 6 ഹൈഡ്രജൻ ഉണ്ട്. 3H2 ഹൈഡ്രജൻ ആയിട്ടും എന്താവും മാറും.
കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടി ചേർന്ന മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ് എന്നാണ് നമ്മൾ പറയുക. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു മിക്സ്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വാട്ടർ ഗ്യാസ് എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. കാർബൺ മോണോക്സൈഡും നൈട്രജനും ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? പ്രൊഡ്യൂസർ ഗ്യാസ് കേട്ടോ. പ്രൊഡ്യൂസർ ഗ്യാസ് എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. റെഡി? ഇനി ആൽക്കൈനുകൾക്ക് മാത്രമായി നമ്മൾ കാണുന്ന ഒരു സ്വഭാവ സവിശേഷതയിലേക്കാണ് ഞാൻ ഇനി കടന്നു വരുന്നത്. അതാണ് കൺഫർമേഷൻസ്. റെഡി? വളരെ എളുപ്പത്തിൽ ഞാൻ പറയാം. ഞാൻ വരയ്ക്കുന്ന കോമ്പൗണ്ട് C2H6 ഈഥെയ്ൻ ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കണം. ഇതാണ് ഞാൻ പറയുന്ന C2H6, CH3, C2H6. നമ്മുടെ നോർമലി ഉള്ള സാധാരണയായ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളുടെ ആൽക്കൈനുകളുടെ സ്വഭാവ സവിശേഷതയാണ് ആൽക്കൈനിനകത്ത് C സിംഗിൾ ബോണ്ട് C കാർബൺ ആണ്. അതായത് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ്. അതുകൊണ്ട് തന്നെ there is a chance for rotation about their bonds. ഈ ബോണ്ട് കാർബൺ കാർബൺ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ആ ബോണ്ടിലൂടെ ഈ പറയുന്ന ഈഥെയ്നിൻ്റെ ഒരു കാർബണിന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും? സാധിക്കും. പറയണ മനസ്സിലാവുണ്ടോ? കാർബൺ കാർബൺ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയല്ലേ ഉള്ളത്. ഇവിടെ ഇത് ഒരു കാർബൺ ഇതൊരു കാർബൺ H ഒക്കെ ആണെന്ന് കൂട്ടിക്കോ. ഈ ഒരു കാർബണിന് എന്താക്കാൻ പറ്റും? കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും? സാധിക്കും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് പല പല സ്ട്രക്ചറുകളാണ് ഉണ്ടാവുക. നോക്കൂ മക്കളെ, നോക്കണേ. ഇതാണ് കാർബൺ, ഇത് കാർബൺ, ഇത് കാർബൺ കാർബൺ ബോണ്ട്. ഇങ്ങോട്ടൊരു ഹൈഡ്രജൻ, ഇവിടെ 2 എണ്ണം. ഇങ്ങോട്ടൊരു ഹൈഡ്രജൻ, ഇവിടെ 2 എണ്ണം. ഇതല്ലേ നമ്മൾ പറയണത് അല്ലേ? ഈ ഒരു കാർബൺ കാർബൺ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഈ സിംഗിൾ ബോണ്ടിലൂടെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് സാറ് പറയുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് പല പല ആംഗിളിലുള്ള പല പല സ്ട്രക്ചറുകളായിട്ട് എന്താവും? മാറാൻ വേണ്ടിയിട്ട് എന്താവും? സാധിക്കും. ഇത്തരം സ്ട്രക്ചറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺഫർമേഷൻസ്, അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് റൊട്ടാമേഴ്സ് എന്നാണ് നമ്മൾ പറയുക. കൺഫർമേഷൻസ് അല്ലെങ്കിൽ റൊട്ടാമേഴ്സ് എന്നാണ് നമ്മൾ പറയുക. ഇങ്ങനെ ഈ പറയുന്ന കാർബൺ കാർബൺ ബോണ്ടിലൂടെ തിരിയുന്ന സമയത്ത് എവിടെയെങ്കിലും വെച്ച് ഈ കാർബണുകൾ തമ്മിൽ അല്ലെങ്കിൽ ഹൈഡ്രജനുകൾ തമ്മിൽ അടുത്തടുത്ത് വരാം. ഒരേ ആറ്റങ്ങൾ തമ്മിൽ അടുത്തടുത്ത് വരുമ്പോൾ അവിടെ റിപ്പൽഷൻ ഉണ്ടാവും അല്ലേ? അവിടെ ഒരു റിപ്പൽഷൻ കൊണ്ട് ഒരു സ്ട്രെയിൻ ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോർഷണൽ സ്ട്രെയിൻ എന്നാണ് നമ്മൾ പറയുക. ഈ കറക്കത്തിൻ്റെ ഇടയിലെ ഈ ഒരു ബോണ്ട് കറങ്ങുമല്ലേ? ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തടുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് എവിടെയെങ്കിലും വെച്ച് ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തടുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അടുത്തടുത്ത് വരുന്ന സമയത്ത് അവിടെ ഒരു റിപ്പൽഷൻ ഉണ്ടാവും. ആ റിപ്പൽഷൻ മുഖാന്തരമുള്ള സ്ട്രെയിനിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റിപ്പൾസീവ് സ്ട്രെയിൻ അല്ലെങ്കിൽ ടോർഷണൽ സ്ട്രെയിൻ എന്നാണ് നമ്മൾ പറയുക. റെഡി? ഇനി നമ്മൾ ഏത് ആംഗിളിലാണോ ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് ആ ആംഗിളിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഡൈഹിഡ്രൽ ആംഗിൾ എന്നാണ് നമ്മൾ പറയുക. ഇപ്പം ഞാനൊരു 30 ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യിച്ചത് എങ്കിൽ 30 ഡിഗ്രിയാണ് ഡൈഹിഡ്രൽ ആംഗിൾ. ഒരു 60 ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്യിച്ചതെങ്കിൽ 60 ഡിഗ്രിയാണ് റൊട്ടേറ്റിംഗ് ആംഗിൾ. ഏത് ഡിഗ്രിയിലാണോ അത് റൊട്ടേറ്റ് ചെയ്തത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡൈഹിഡ്രൽ ആംഗിൾ എന്നാണ് നമ്മൾ പറയുക കേട്ടോ.
ഇനി ഇതിങ്ങനെ തിരിച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്തണമെങ്കിൽ അത് 180 ഡിഗ്രി എന്താക്കണം, തിരിക്കണം. വേണ്ടേ? ശരിയല്ലേ മക്കളെ ഞാൻ പറഞ്ഞത്? അല്ലേ? നമ്മൾ ഈ പറയുന്ന കാർബണിനെ തിരിച്ച് 180 ഡിഗ്രി തിരിക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് ആയിട്ട് എന്താവുക, മാറുക. ക്ലിയർ? ഈ തുടക്കത്തിൽ നമ്മൾ കാണുന്ന സ്ട്രക്ചറിനെ എക്ലിപ്സ്ഡ് എന്നും 180 ഡിഗ്രി തിരിച്ച് ഓപ്പോസിറ്റായി നമ്മൾ ഉണ്ടാക്കുന്ന സ്ട്രക്ചറിനെ സ്റ്റാഗേർഡ് എന്നുമാണ് നമ്മൾ എന്താക്കുക, പറയുക. തുടക്കത്തിൽ നമ്മൾ കാണുന്ന സ്ട്രക്ചറാണെന്ത്, എക്ലിപ്സ്ഡ്. അവസാനത്തിൽ നമ്മൾ കാണുന്ന ഓപ്പോസിറ്റായി വരുന്ന സ്ട്രക്ചറാണെന്ത്, സ്റ്റാഗേർഡ്. ഈ എക്ലിപ്സ്ഡിനും സ്റ്റാഗേർഡിനും ഇടയിലായി പല ആംഗിളിൽ തിരിക്കുമ്പോൾ നമുക്ക് പല സ്ട്രക്ചർ കിട്ടും. ഇപ്പോൾ 0 ഡിഗ്രിയിൽ തിരിച്ചാൽ ഒരു സ്ട്രക്ചർ, അതായത് ഇത് 10 ഡിഗ്രി തിരിച്ചാൽ ഒരു സ്ട്രക്ചർ, 20 തിരിച്ചാൽ വേറൊന്ന്, 30 തിരിച്ചാൽ വേറൊന്ന്, 60 തിരിച്ചാൽ വേറൊന്ന്, 180 എത്തുമ്പോഴല്ലേ തിരിയുന്നുള്ളൂ. അതുവരെ 0-ന്റെയും 180-ന്റെയും ഇടയിലായി നിങ്ങൾക്ക് പല പല ആംഗിളിൽ പല പല സ്ട്രക്ചറുകൾ എന്താവും, കിട്ടും. അത്തരം സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്യൂ അല്ലെങ്കിൽ ഗോഷേ കൺഫർമേഷൻസ് എന്നാണ് പറയുക. ഇടയ്ക്കുള്ള സ്ട്രക്ചറുകളെ കേട്ടോ, സ്ക്യൂ അല്ലെങ്കിൽ ഗോഷേ കൺഫർമേഷൻസ് എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. അപ്പം മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, കാർബൺ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ആ കാർബൺ ബോണ്ടിലൂടെ റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. റെഡി? അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ്, അങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന സ്ട്രക്ചറിനെയാണ് കൺഫർമേഷൻസ് എന്ന് പറയുക. അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്, റൊട്ടാമേഴ്സ് എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. ഇങ്ങനെ തിരിക്കുന്നതിൻ്റെ ഫലമായി ആറ്റങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ അവിടെ റിപ്പൽഷൻ ഉണ്ടാവും. അതുവഴി അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ടാവും. ആ റിപ്പൽഷൻ വഴി ഉണ്ടാവുന്ന റിപ്പൾസീവ് സ്ട്രെയിനിനെ വിളിക്കുന്ന പേരാണ് ടോർഷണൽ സ്ട്രെയിൻ. മക്കളെ, നമ്മൾ എന്ത് ആംഗിളിലാണോ നമ്മുടെ ഹൈഡ്രോ കാർബണിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഡൈഹിഡ്രൽ ആംഗിൾ. നമ്മൾ സാധാരണഗതിയിൽ ഒരു 180 ഡിഗ്രി തിരിക്കുമ്പോഴാണ് നമ്മുടെ കോമ്പൗണ്ട് തിരിഞ്ഞ് ഓപ്പോസിറ്റ് ആയിട്ട് എന്താവുക, മാറുക. ആ ഒരു ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, എന്ത് പേരാണ് വിളിക്കുന്നത്, സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്നാണ് നമ്മൾ പറയുക. 0-ൽ തുടക്കത്തിലുള്ളത് എക്ലിപ്സ്ഡും 180 ഡിഗ്രി തിരിച്ചതിൻ്റെ ഫലമായി ഓപ്പോസിറ്റിൽ വന്നു വിട്ടത് സ്റ്റാഗേർഡുമാണ്. ഈ എക്ലിപ്സ്ഡിനും സ്റ്റാഗേർഡിനും ഇടയിലായി ധാരാളം ആംഗിളിൽ പല പല സ്ട്രക്ചറുകൾ ഉണ്ടാവും. അത്തരം സ്ട്രക്ചറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്യൂ അല്ലെങ്കിൽ ഗോഷേ കൺഫർമേഷൻസ് എന്നാണ് നമ്മൾ എന്താക്കുക, പറയുക. റെഡി? ക്ലിയർ ആണോ കാര്യം? മനസ്സിലായോ സംഗതി? പിടിയിട്ടില്ലേ എല്ലാവർക്കും? ഇനി ഈ പറയുന്ന എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും അല്ലേ, എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും നമ്മൾ സ്കെലിറ്റലായിട്ട് വരച്ചു. നോക്കണേ, നമ്മുടെ തുടക്കത്തിലുള്ള സ്ട്രക്ചറാണ് ഇത്. ഇതിനെയാണ് നമ്മൾ എക്ലിപ്സ്ഡ് എന്ന് പറയുക അല്ലേ. 180 ഡിഗ്രി തിരിച്ചാൽ അത് ഓപ്പോസിറ്റ് ആവും. ഭംഗിയാക്കി വരച്ചോളൂ കേട്ടോ. ഇതിനെയാണ് നമ്മൾ സ്റ്റാഗേർഡ് എന്നുള്ള പേരിൽ എന്താക്കുക, പറയുക. തുടക്കത്തിലുള്ളത് എക്ലിപ്സ്ഡ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത് എന്താണ്, സ്റ്റാഗേർഡ് ആണ്. ഇങ്ങനെ സ്കെലിറ്റലായി വരയ്ക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്, ദിസ് ഇസ് കോൾഡ് സോഹോൾസ് പ്രൊജക്ഷൻ. സോഹോൾസ് പ്രൊജക്ഷൻ. റെഡി? ഇനി ഒരു സാൻഡ്വിച്ച് മോഡലിൽ അല്ലെങ്കിൽ ബർഗർ മോഡലിലാണ് വരയ്ക്കുന്നത് എന്ന് വിചാരിക്കുക. എന്താ ബർഗറിൻ്റെ പ്രത്യേകത? ബർഗർ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? നോമ്പിൻ്റെ സമയത്ത് അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതാണ്.
രണ്ട് ബണ്ണിൻ്റെ ഇടയിലായി കട്ട്ലറ്റ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ബർഗേഴ്സ് അല്ലേ അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ഈ ബോണ്ടുകളുടെ ഇടയിലായി ഒരു റിങ് വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊജക്ഷൻ മോഡലാണ്. ഇറ്റ് ഈസ് കോൾഡ് ന്യൂമാൻ പ്രൊജക്ഷൻ. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഈ ബോണ്ടുകൾക്കിടയിലായി ഒരു റിങ് കൂടി എന്താവും വരും. നോക്കാം നമുക്ക്. ഇതാണ് തുടക്കത്തിലുള്ള ബോണ്ട്, ഇതാ. പിന്നെ റിങ് വെച്ചു. ഇനി ഇതല്ലേ പിറകിൽ വരിക? പിറകിൽ എനിക്ക് ഇങ്ങനെയല്ലേ കാണിക്കാൻ പറ്റുമോ? ഞാൻ കാണൂലല്ലോ. റെഡി? ഇനി സ്റ്റാഗേർഡ് ആണെങ്കിലോ? ഇതാണ് നമ്മൾ പറയുന്ന സ്റ്റാഗേർഡ്. ഇതാണ് തുടക്കം, ഇതാ റിങ് വെച്ചു, പിറകിൽ ഇതാ സ്റ്റാഗേർഡ്. എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് ന്യൂമാൻ പ്രൊജക്ഷൻ എന്നുള്ള പേരിൽ എന്താക്കുക പറയാ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റിങ് ഇട്ട് കൊടുത്തു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റിങ് ഇട്ട് കൊടുത്തു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഞാൻ എന്താക്കിയിട്ടില്ല, ചെയ്തിട്ടില്ല. ക്ലിയർ ആയോ? ഇനി മക്കൾ നോക്ക്, ഇതിലേതാണ് സ്റ്റേബിള്, സ്ഥിരതയുള്ളത് എന്ന്. ഇതിനേതിനാണ് സ്ഥിരതയുള്ളത്? ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പൽഷന് സാധ്യതയുള്ളത് എക്ലിപ്സ്ഡ് ആണ് അല്ലേ? എക്ലിപ്സ്ഡിനാണ് ഏറ്റവും കൂടുതൽ റിപ്പൽഷന് സാധ്യതയുള്ളത്, മാക്സിമം റിപ്പൾസീവ് ഫോഴ്സ് ഉള്ളത്. അപ്പോൾ മാക്സിമം എനർജി ആയിരിക്കും, മിനിമം സ്റ്റെബിലിറ്റിയും ആയിരിക്കും. ഇതിന് റിപ്പൾസീവ് ഫോഴ്സ് കുറവാ, റിപ്പൾഷൻ കുറവാ. മിനിമം റിപ്പൾഷൻ ആണ്, മിനിമം എനർജി ആണ്. അതുകൊണ്ട് സ്റ്റാഗേർഡിനായിരിക്കും മാക്സിമം സ്റ്റെബിലിറ്റി കേട്ടോ. മിനിമം റിപ്പൾഷൻ ആണ്, മിനിമം എനർജി ആണ്. അപ്പോൾ സ്റ്റാഗേർഡിനായിരിക്കും മാക്സിമം സ്റ്റെബിലിറ്റി. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ആൽക്കെയിൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ആൽക്കീൻസ് എന്താക്കും ഡിസ്കസ് ചെയ്യും. ക്ലിയർ അല്ലേ കാര്യം? റെഡി? താങ്ക് യു.